നമസ്കാരം. ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗവും നടനുമായ ജി കൃഷ്ണകുമാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. സ്വാഗതം രേണുക. സുഖം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനു കൂടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഷൻ 2026 വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അമിത്ഷായിലൂടെ. എന്താണ് കേരളത്തിലെ സാഹചര്യം എന്ന് കരുതുന്നു? എപ്പോഴും പൊതുപ്രവർത്തനത്തിന് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, എല്ലാവരെയും പോലെ നമ്മൾ പ്രതീക്ഷ എപ്പോഴും നമുക്ക് വിജയം നേടാനുള്ള പ്രതീക്ഷയായിരിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ശ്രീ അമിത്ഷാ അദ്ദേഹം ഇതിനു മുമ്പുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ത്രിപുര ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹരിയാന ആയിക്കോട്ടെ ഒന്നുമില്ലാതിരുന്ന ബി.ജെ.പിക്ക് ഒരൊറ്റ ടേമിൽ ഇലക്ഷൻ വന്നപ്പോൾ അതുവരെ ഒരു എം.എൽ.എ. പോലും ഇല്ലായിരുന്ന സ്ഥലത്താണ് ഭരണം കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനത്തെ ചരിത്രമുള്ള സ്ഥിതിക്ക് ഇവിടെയും വന്നൊരു ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി ഇതാണ് ഉദ്ദേശിക്കുന്നത്, അതിനുവേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇതിട്ടിരിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകർ അതിനോടൊപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷ്യമില്ലാതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. ലക്ഷ്യം തന്നിട്ടുണ്ട്, പ്രവർത്തിക്കാനുള്ള മാർഗ്ഗരേഖ തന്നിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ അത് നടത്തി കൊടുക്കേണ്ടത് ഓരോ പ്രവർത്തകൻ്റെയും കടമയാണെന്ന് വിശ്വസിക്കുന്നു. അമിത്ഷാ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പ്രഭാരിമാരെ ആരെയും വിജയിച്ചിട്ടില്ല. അപ്പോൾ അമിത്ഷാ തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുക്കും എന്നതാണ് കരുതുന്നത്. അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ടോ? രാഷ്ട്രീയ കാര്യങ്ങൾ വലുതായിട്ട് പറയാൻ ഒരു നേതാവല്ല പാർട്ടിക്കകത്ത്. സ്ഥാനമാനങ്ങളൊന്നും ഇപ്പോൾ നാഷണൽ കൗൺസിൽ മെമ്പറാണെങ്കിലും ഇവിടുത്തെ ചുമതലകൾ എനിക്ക് തന്നിട്ടില്ല. പക്ഷേ നമുക്കിവിടെ ഒരു പ്രഭാരിയുണ്ട്, ശ്രീ പ്രകാശ് ജാവ്ദേക്കർ. എല്ലാ സ്ഥാനത്തും ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും പാർട്ടിയുടെ നേതാക്കൾ എന്ന് പറഞ്ഞവർ ആണ് പാർട്ടിയെ നയിക്കേണ്ടവർ. അപ്പോൾ അതിനകത്ത് ബി.ജെ.പിക്കകത്ത് നേതാക്കൾക്ക് ക്ഷാമമില്ല. പ്രത്യേകിച്ച് ജനക്കൂട്ടത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാനും കഴിയുന്ന ശ്രീ നരേന്ദ്രമോദി ആവട്ടെ, ശ്രീ അമിത്ഷാജി ആവട്ടെ, സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന കാലത്താണ്, നാഷണൽ പ്രസിഡൻ്റായിരുന്ന കാലത്താണ് ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടായത്. അപ്പോൾ അദ്ദേഹം കൂടി ഒരു അഡീഷണൽ ചുമതലയെടുത്ത്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആണല്ലോ ബി.ജെ.പി കുറച്ച് വീക്കായി നിൽക്കുന്നത്, അവിടെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം മുന്നിൽ നിന്ന് നയിച്ചാൽ അതിന് ഗുണമുണ്ടാകുമെന്ന് പാർട്ടിയും വിശ്വസിക്കുന്നു, അദ്ദേഹവും വിശ്വസിക്കുന്നു. കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു മേയറായി, കേരളത്തിൽ ബി.ജെ.പി. മുഖ്യമന്ത്രി എന്നതാണ് ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് എത്രമാത്രം സാധ്യമാണ്? ജി കൃഷ്ണകുമാർ എന്ന ബി.ജെ.പി. നേതാവ് ആ പ്രതീക്ഷ എങ്ങനെയാണ് നോക്കുക? നമ്മൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ 7 സംസ്ഥാനങ്ങളുണ്ട്. 7 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആസാം ഉൾപ്പെടെ. ഇവിടെ ഒരു എം.എൽ.എ. പോലും ഇല്ലാത്ത കാലമുണ്ടായിരുന്നു. ആ 7 സ്ഥലത്തും ഇന്ന് ബി.ജെ.പി. ഭരിക്കുക. അവിടുത്തെ ഡെമോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ പറയും ബി.ജെ.പി. ഒരു വർഗീയ പാർട്ടിയാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന. അവിടെ ഏകദേശം 80% ക്രിസ്ത്യൻ വിശ്വാസികളുള്ള സ്ഥലമാണ്. ആസാമിനെ മാറ്റി നിർത്താം, ബാക്കി എല്ലായിടത്തും മിസോറം, മണിപ്പൂർ, നാഗാലാൻഡ് എല്ലായിടും അവിടെ ബി.ജെ.പി. ഭരിക്കുന്നത്. അവിടെ എൻ.ഡി.എക്ക് വരെ നെഡ എന്ന് പറഞ്ഞൊരിതുണ്ടാക്കി, നോർത്ത് ഈസ്റ്റേൺ ഡെവലപ്മെൻറ്റ് അതോറിറ്റി. എന്നിട്ട് അവിടെ ഭരണം കൊണ്ടുവരാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച, അല്ലെങ്കിൽ അതിന് വേണ്ടി സ്ട്രാറ്റജി തയ്യാറാക്കിയത് ശ്രീ അമിത്ഷാ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കേരളത്തിലൊരു മുഖ്യമന്ത്രി കൊണ്ടുവന്നു? കാരണം എല്ലാം സാധ്യമാകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ UDFും LDFിനും എടുക്കുക. UDF എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആണ് എൻ്റെ മെയിൻ കക്ഷി. പക്ഷേ കോൺഗ്രസിന് എത്ര ശതമാനം അതിനകത്ത് വോട്ടുണ്ട്? മറ്റ് ഘടകകക്ഷികൾ കൊണ്ടുവന്ന് എടുത്ത് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ അടുത്ത വരുന്നത് കോൺഗ്രസിൻ്റെ CPMൻ്റെ വോട്ടുകൾ ഈ ഘടകകക്ഷികളുടെ കൂടി ചേർത്തിട്ടാണ്. അതുകൊണ്ട് നാളെ NDAയുടെ ഭാഗത്തോട്ട് ഏതൊക്കെ ഘടകകക്ഷികൾ വരും എന്ന സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ബി.ജെ.പി. ശക്തി ആർജിച്ച് ഇപ്പോൾ ഭാരതത്തിൽ തന്നെ 10-17 സംസ്ഥാനങ്ങളിലും കേന്ദ്രവും ഭരിക്കുന്നു. ഒപ്പം ഇവിടെ തിരുവനന്തപുരം മേയറെ സൃഷ്ടിച്ചു. അതായത് തിരുവനന്തപുരത്തിൻ്റെ ഭരണം കിട്ടി കോർപ്പറേഷൻ്റെ. ഏത് പാർട്ടികളും ആലോചിക്കും നാളെ ഒരു സംഭവത്തോട്ട് വരുമ്പോൾ ഇന്ന് UDFിൽ LDFിൽ നിൽക്കുന്ന അസംതൃപ്തരായ പലരും NDAയിലേക്ക് വരില്ലെന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു സ്വപ്നം കണ്ട് പ്രതീക്ഷയുമായിട്ട് മുന്നോട്ട് പോയാൽ ഇതൊക്കെ മറിയാൻ അല്പസമയം മതി. ഒന്ന് ചോദിച്ചോട്ടെ, രേണുക പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരത്ത് ബി.ജെ.പി. ജയിച്ചൊരു മേയർ ഇത്തവണ വരുന്നു? തുറന്നു പറയണം. അല്ല, കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തായിരുന്നല്ലോ. അപ്പോൾ അത് ഒരു 15 സീറ്റും കൂടി കൂടുതൽ വാങ്ങി ഭരണത്തിൽ വരുന്നു വിചാരിച്ചില്ലല്ലോ, മേയർ വരുന്നു വിചാരിച്ചില്ലല്ലോ. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി ഭരണത്തിലേക്ക് വരുന്നത് അത്ര അസാധ്യമായ കാര്യമല്ലല്ലോ. എനിക്ക് സന്തോഷം അങ്ങനെ ചിന്തിച്ചെങ്കിലും. കാരണം ഇതുപോലെ ധാരാളം പേർ ചിന്തിച്ചത് കൊണ്ടാണ് നമ്മൾ ഭരണത്തിൽ വന്നത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒന്ന് മാറി ചിന്തിച്ചു തുടങ്ങി. എന്തുകൊണ്ട് ബി.ജെ.പി. കൊടുത്തുകൂടാ? കാരണം നരേന്ദ്രമോദിയെ എതിർത്തവർ പോലും ഇന്ന് പറയുന്നു. ഉദാഹരണം, ഈ അടുത്ത കാലത്ത് ഇടത് സഹയാത്രികരായിരുന്ന ശ്രീ റെജി ലൂക്കോസ് ഒറ്റ രാത്രി കൊണ്ട് മാറി ഇവിടെ വന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നു 20 സീറ്റ് ബി.ജെ.പി. കിട്ടുന്ന അദ്ദേഹമേ പറയുന്നു ഒരു ദിവസം കൊണ്ട്. 2 കാരണങ്ങൾ. ഒന്ന്, ഇടതിൻ്റെ കൂടെ പ്രത്യയശാസ്ത്രവുമായിട്ട് 35 കൊല്ലത്തോളം യാത്ര ചെയ്ത മനുഷ്യനാണെന്നാണ് എൻ്റെ അറിവ്. അതിന് പുറമെ ക്രിസ്ത്യൻ വിശ്വാസിയാണ്. 2 കാരണങ്ങളാൽ ബി.ജെ.പി. എന്തുകൊണ്ട് എതിർക്കാവുന്ന ഒരു മനുഷ്യൻ കണ്ടെത്തുന്നു. ഏറ്റവും എതിർത്തിട്ടുള്ള മനുഷ്യനാണ്.
ആ മനുഷ്യൻ പോലും തിരുത്തുന്നു. അതൊരു മാറ്റത്തിൻ്റെ അതിശക്തമായ തെളിവാണത്. അതുകൊണ്ട് ഇനി എന്തും സംഭവിക്കാം, അതിനധികം ദൂരം പോകണ്ട. ഈ ഇലക്ഷനിൽ തന്നെ BJP ഒരു വൻ മുന്നേറ്റം നടത്തുന്നു എന്ന് പ്രതീക്ഷിക്കുക. ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാവുമെന്ന് കരുതുക. അതിപ്പോൾ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണെന്ന് പറയാം. ഞാൻ പറയുന്നത് ഹൈപ്പോത്തറ്റിക്കൽ ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മേയർ, പണ്ട് ഞങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ വേദികളിൽ പറയും, പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ BJP ഒരു മേയർ പോയി സ്വീകരിക്കുന്നു. ഇന്ന് ബഹുമാന്യനായ ശ്രീ VV രാജേഷ് മേയറായിരിക്കുന്നു, അദ്ദേഹം പോയി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുക. വിശ്വാസം, ആ വിശ്വാസത്തിൽ ഉറപ്പിച്ച് വിശ്വസിച്ചു, അതിന് പുറമെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ പ്രകൃതി ഇട്ട് തരുന്ന സംഭവം. ഞാൻ വിശ്വസിക്കുന്നത് ഭരണത്തിൽ വരും. 30 മുതൽ 40% വോട്ട് എന്നൊക്കെയുള്ള ലക്ഷ്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് നോക്കിയാൽ ഇപ്പോൾ വോട്ട് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്നൊരു സാഹചര്യമാണ്. 20-ൽ നിന്ന് ഏതാണ്ട് 14.7% കുറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വലിയ ലക്ഷ്യം അത് എത്രമാത്രം സാധ്യമാകും? ഏറ്റക്കുറച്ചിലുകൾ എല്ലാ പാർട്ടികളിലും വന്നിട്ടുണ്ട്. കാരണം ഭരണത്തിൽ വന്ന പാർട്ടി അടുത്ത തവണ ഭരണവിരുദ്ധ തരംഗത്തിൽ അടിച്ചു പോകുന്നു. അപ്പോൾ ഈ വോട്ടിംഗ് 48-ൽ നിന്ന് 37-ലോട്ട് വരുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. BJP വളരുന്നൊരു പാർട്ടിയാണ്, വളർന്നു കഴിഞ്ഞൊരു പാർട്ടിയല്ല. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും ഞാനെപ്പോഴും ECG പോലെ ഇതിനെ കാണുന്നത്. കയറിയും ഇറങ്ങിയും നിൽക്കണം, ഒരുപോലെ നിന്ന് കഴിഞ്ഞാൽ തീർന്നു. അതാണ് സംഭവിക്കുന്നത്. ഇത് താഴോട്ടും മുകളിലോട്ടും പോകുന്നുണ്ട്. അപ്പോൾ എന്ത് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കരുത്. പുറകോട്ടാണെങ്കിലും കുഴപ്പമില്ല. പുറകോട്ട് പോകുന്നതെന്ന് വെച്ചാൽ 2 അടി പുറകോട്ട് എടുത്താൽ കുതിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുതിപ്പിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത്തവണ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ലോക്കൽ ബോഡിയും 3 വ്യത്യസ്തമായിട്ട് തന്നെ കണ്ടേ പറ്റൂ. അതിപ്പോൾ വോട്ട് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ പറയുന്നതല്ല. വോട്ട് കൂടിയവരെ അഭിനന്ദിക്കുന്നത് പോട്ടെ, അതിന് പറയാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇപ്പോൾ തന്നെ എത്രയോ വാർഡുകൾ വെട്ടിക്കേറി നശിപ്പിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്ത് PTP എന്നവർ ഏതൊരു അർദ്ധരാത്രി BJP സ്ഥാനാർത്ഥി ഇന്നലെ ജയിക്കുന്ന സ്ഥലമായിട്ട് ആ വാർഡ് ഇല്ലാതാക്കി. ഇതുപോലെ പല വാർഡുകൾ മാറ്റി, പല വാർഡുകളെ വെട്ടി 3 ഇതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ജയിച്ച് കയറുന്നത്. ഇതൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വോട്ട് കുറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ പാർട്ടിയേക്കാൾ വ്യക്തി താല്പര്യം വെച്ച് വോട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ കാണുന്നത്. പലയിടത്തും വ്യക്തികൾക്ക് പ്രാധാന്യം വരും. അതുകൊണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞെങ്കിൽ പോലും നല്ലൊരു ഇത് ഉണ്ടാക്കി. 2, ഇതെൻ്റെ വ്യക്തിപരമായ ഇതാണ്. ഈ ശബരിമല വിഷയത്തിൻ്റെ ഇത്രയും വർക്ക് ചെയ്തത് BJP ആണെങ്കിലും അതിൻ്റെ ഗുണം കിട്ടിയത് കോൺഗ്രസ്സിനായിരുന്നു ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ. ഇത് മാറി വരാനും അധിക ദൂരം വേണ്ട. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അന്വേഷണം, SITയുടെ അന്വേഷണം കുറച്ചുകൂടി താഴത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ പല ഫോട്ടോകളും വരുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഉന്നത നേതാവായ ശ്രീമതി സോണിയാഗാന്ധിയോടൊപ്പം ഈ പോറ്റിയും മറ്റു ആൾക്കാരും ഇവിടുത്തെ പല നേതാക്കളും നിൽക്കുന്നതൊക്കെ. ഇപ്പോൾ ഈ അന്വേഷണം തുടങ്ങി ഇപ്പോൾ ഒരു പാർട്ടിയുടെ സൈഡിലാണ് ദോഷം വന്നിരിക്കുന്നത്. അത് BJP നടത്തുന്ന അന്വേഷണമല്ല, കോടതി മുഖാന്തരം SIT നടത്തുന്നതാണ്. അതുകൊണ്ട് വളരെ വലിയ മാറ്റങ്ങൾ അടുത്ത ഇലക്ഷന് മുൻപായിട്ട് വരും. ഇരു മുന്നണികൾക്കും ദോഷം വരും. UDF-നും LDF-നും ഗുണഭോക്താവ് BJP ആയിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.